'cause I am yours and you are mine. Praise the Lord. Greetings in Jesus' name. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവമക്കൾ എന്ന നിലയിൽ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് വളരെ പ്രൈസ് ദ ലോർഡ്. ഗ്രീറ്റിംഗ്സ് ഇൻ ജീസസ് നെയിം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവമക്കൾ എന്ന നിലയിൽ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ബീയിങ് ഗോഡ്സ് ചിൽഡ്രൻ, we all must have spiritual disciplines. What are spiritual disciplines? Reading and meditating God's word, praying, fasting, so on and so forth. നമ്മൾ ദൈവവചനം പരിശോധിക്കുമ്പോൾ ഒത്തിരി ദൈവദാസന്മാർ, ദൈവമക്കൾ ഇതുപോലെയുള്ള സ്പിരിച്വൽ ഡിസിപ്ലിൻസ് അനുഷ്ഠിച്ചതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. When we read God's word, we see many men and women of God. They had the spiritual disciplines in their life. The supreme example is our Lord Jesus Christ himself. നമ്മൾ യേശുവിൻ്റെ ജീവിതം നോക്കുമ്പോൾ ഈ സ്പിരിച്വൽ ഡിസിപ്ലിൻസിൻ്റെ ഏറ്റവും നല്ല മാതൃകയാണ് നമ്മൾ യേശു കർത്താവിൽ കാണുന്നത്. എന്നാൽ ഈ സീരീസിൽ നമ്മൾ എല്ലാ സ്പിരിച്വൽ ഡിസിപ്ലിൻസിലേക്കും നോക്കാൻ പോകുന്നില്ല. നമ്മൾ പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബൈബിൾ വായന, എങ്ങനെ ബൈബിൾ വായനയും ധ്യാനവും നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. In this series, we are going to focus on the spiritual discipline of reading and meditating God's word. And together we are going to discuss how can we meditate God's word. To begin with, let me ask you this question. Do you read God's word? Do you read the Bible? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും പലതരത്തിലുള്ള തിരക്കുകളിലൂടെയൊക്കെ പോകുന്നവർ, പഠിക്കുന്നവരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, ഫാമിലി ലൈഫ് നയിക്കുന്നവരുണ്ട്. അപ്പോൾ ചില സമയങ്ങളിലൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മൾ ഓവർ ബിസിയാണ്, സോ വി ഡോണ്ട് ഗെറ്റ് ടൈം ടു റീഡ് ഗോഡ്സ് വേർഡ്. ദാറ്റ്സ് ഹൗ വി സേ ഓഫൺ. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് റീഡിങ് ഗോഡ്സ് വേർഡ് ആൻഡ് മെഡിറ്റേറ്റിംഗ് ഓൺ ഇറ്റ്. സോ ഇഫ് ഐ ആസ്ക് യു ടുഡേ, ഡു യു റീഡ് ഗോഡ്സ് വേർഡ്? യു മേ ഗീവ് മീ ആൻ ആൻസർ വെദർ യെസ് ഓർ നോ. എന്നാൽ ദൈവത്തിൻ്റെ വചനം വായിക്കാത്ത എല്ലാവരോടും ലെറ്റ് മീ എൻകറേജ് യു ടുഡേ, റീഡ് ഗോഡ്സ് വേർഡ്. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. കുറച്ചു മുമ്പേ നമ്മൾ സ്പിരിച്വൽ ഡിസിപ്ലിൻസിനെ കുറിച്ച് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കുന്നത്, ദൈവവചനം വായിക്കുന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കുമ്പോൾ when we read God's word, God speaks to us. When we pray, we speak to God. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. സോ ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ഈ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് നമ്മുടെ ജീവിതത്തിൽ വളരെ ഇന്നെവിറ്റബിൾ ആണ്. കമ്മിങ് ടു ദ റീഡിങ് ആൻഡ് മെഡിറ്റേറ്റിംഗ് ഓഫ് ഗോഡ്സ് വേർഡ്. ദൈവവചനം വായിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. സോ നമ്മൾ ദൈവവചനം വായിക്കുക, ധ്യാനിക്കുക എന്ന് പറയുന്നത് അത്രമാത്രം പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളിൽ ആരെങ്കിലും ദൈവവചനം വായിക്കുന്നില്ല എങ്കിൽ ലെറ്റ് മീ എൻകറേജ് യു, ടേക്ക് ദ ബൈബിൾ ആൻഡ് റീഡ് ദ ബൈബിൾ ആൻഡ് മെഡിറ്റേറ്റ് ഓൺ ഇറ്റ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വെൻ യു റീഡ് ഗോഡ്സ് വേർഡ്, ഗോഡ് വിൽ സ്പീക്ക് ടു യു. അതുകൊണ്ട് നിങ്ങളിൽ എല്ലാവരിലും ആ ഒരു സ്വഭാവം, ആ ഒരു പ്രാക്ടീസ് ഡെവലപ്പ് ചെയ്ത് വരണമെന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആർക്കും ഇപ്പോൾ സംശയമില്ല, ദൈവവചനം വായിക്കണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ദൈവവചനം വായിക്കണം, അത് അത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. സോ we all don't have any doubt about reading God's word. We all must read God's word. എന്നാൽ അടുത്ത ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ വരുന്നത്, എന്താണ് ഈ വചനം വായിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്? നമ്മളിപ്പോൾ മനസ്സിലാക്കി ദൈവവചനം വായിക്കണം. സോ എന്തുകൊണ്ട് നമ്മൾ ദൈവവചനം വായിക്കേണ്ടത്? All of us believe that we must read God's word, right? All of us must understand that we must read God's word. But at the same time, we may ask this question, why should we read God's word? What is the importance of reading God's word? ദൈവവചനം എന്തുകൊണ്ട് നമ്മൾ വായിക്കണം? ദൈവവചനം വായിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? ഒരുപാട് കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിലും ദൈവവചനത്തിന് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാനാണ് ആഗ്രഹിക്കുന്നത്. There are many reasons behind reading God's word, but let me give you 3 points that would help you to understand the importance of God's word, importance of reading God's word. So let me
give you the first reason. When we read God's word, we understand that to born again, the role of God's word is very inevitable. When we read 1 Peter chapter 1 verse 23, it reads, "For you have been born again, not of perishable seed, but of imperishable, through the living and enduring word of God." The word born again, നമ്മൾ ആ വാക്ക് മനസ്സിലാക്കുമ്പോൾ born again എന്ന വാക്കിൻ്റെ ശരിക്കുള്ള the original meaning of that word is born from above. ഉയരത്തിൽ നിന്ന് ജനിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 3 and 5 നമ്മൾ ആ വാക്ക് ബോൺ അഗെയിൻ എന്നുള്ള വാക്ക് പിന്നെയും കാണുന്നുണ്ട്. അതിൻ്റെ ഒറിജിനൽ മീനിങ്ങിൽ അതിൻ്റെ അർത്ഥം ബോൺ ഫ്രം അബവ് എന്ന് വെച്ചാൽ നമ്മൾ ജോൺ 1:13 കൂടെ ചേർത്ത് പഠിച്ചാൽ അതിൻ്റെ അർത്ഥം ബോൺ ഓഫ് ഗോഡ്, ദൈവത്താൽ ജനിക്കുക, ദൈവം നമ്മളെ ജനിപ്പിക്കുന്നു. ആ ഒരു സ്പിരിച്വൽ ബർത്തിനെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെ അത് സംഭവിക്കുന്നത്? When we hear God's word, God's spirit work along with the word of God and do a spiritual work in our hearts. നമ്മുടെ ഉള്ളിൽ ഒരു വലിയ ദൈവപ്രവൃത്തി ദൈവത്തിൻ്റെ ആത്മാവ് വചനത്താൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നത്. ആ സമയത്താണ് നമുക്ക് ദൈവം ആരാണെന്നും ദൈവം നമുക്ക് വേണ്ടി ചെയ്തതെന്താണെന്നും കാൽവറി ക്രൂശിൽ യേശു കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോ വെൻ വി ഹിയർ ഗോഡ്സ് വേർഡ്, when we listen to God's word, the Holy Spirit work along with God's word and do a spiritual work, a spiritual transformation in our hearts. So when we read God's word, we understand what is the character of God, or what are his characters and what did he do to us. And when we read Genesis, we see the fall of mankind. They were separated from God. They were separated from him spiritually, and they were dead spiritually. In order to bring them back to God, God himself provided a way. That is what we see in the incarnation of Jesus Christ and in the death of Jesus Christ, in his resurrection and in his ascension. See, on the cross, what did Jesus do for us? The sacrifice Jesus made to save you and me. If you and I don't read God's word, if we don't read God's word, how can we know these things? നമ്മൾ ഭജനം അടച്ചു വെച്ചേച്ച് യേശുവിനെ എനിക്കറിയത്തില്ല, സാൽവേഷൻ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം വളരെ അമ്പരപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ്സ് വെരി ഷോക്കിംഗ്. We say we don't know Jesus Christ and we don't know about salvation while we close God's word. നമ്മൾ ദൈവത്തിൻ്റെ വചനം അടച്ചു വെച്ചാണ് ഇതൊക്കെ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ ദൈവത്തിനെ വായിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. When we read God's word, we understand what did God do to us, do for us in order to reconcile us back with God, to give us to give that peace between mankind and God. Jesus Christ became a mediator between God and mankind so that we are brought back to God and we are given that peace with God. ഇതൊക്കെ നമ്മളെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയും? ദൈവവചനം വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. That will lead us to an experience of being born again, being born from above. അതാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ആ 1 Peter 1:23 പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വാക്കുണ്ട്. ഫോർ യു ഹാവ് ബീൻ ബോൺ അഗെയിൻ. ആ നിങ്ങൾ എങ്ങനെയാണ് ബോൺ അഗെയിൻ അല്ലെങ്കിൽ വീണ്ടും ജനിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ത്രൂ ദ ലിവിങ് ആൻഡ് എൻഡ്യൂറിങ് വേർഡ് ഓഫ് ഗോഡ്. കണ്ടോ, അവിടെ ആ വചനത്തിന്റെ പ്രാധാന്യം മനസ്സിലാകുന്നത് കണ്ടോ? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ വചനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രീച്ചറിൽ കൂടി നമ്മൾ വചനം കേൾക്കുമ്പോൾ ആ വചനത്തിൽ കൂടി ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ച് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു മാറ്റം തരും. അങ്ങനെയാണ് നമുക്ക് ആ ബോൺ അഗെയിൻ എക്സ്പീരിയൻസിലേക്ക് വരാനായിട്ട് കഴിയുന്നത്. സെക്കൻഡ്ലി, രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ടു ഗ്രോ അപ്പ് സ്പിരിച്വലി. അപ്പം നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മൾ ചിന്തിച്ചു ടു ബി ബോൺ അഗെയിൻ. ഒന്നാമത് വീണ്ടും ജനിക്കാൻ വേണ്ടി നമുക്ക് ദൈവത്തിന്റെ വചനം ആവശ്യമാണ്. രണ്ടാമത് ടു ഗ്രോ അപ്പ് സ്പിരിച്വലി.
രണ്ടാമത്തെ റീസൺ, ദ സെക്കൻഡ് റീസൺ ഇസ് ടു ഗ്രോ അപ്പ് സ്പിരിച്വലി. വി നീഡ് ഗോഡ്സ് വേർഡ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളതാണ്. നമ്മൾ 1 Peter chapter 2 verse 2 ഇങ്ങനെയാണ് വായിക്കുന്നത്. We read 1 Peter chapter 2 verse 2 like this: Like newborn babies crave pure spiritual milk, so that by it you may grow up in your salvation. നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്, ജനിച്ച കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. അവരെല്ലാ സമയവും അവർക്ക് എന്താ വേണ്ടത്? മിൽക്ക് വേണം. അവർക്ക് വളരെ വിശപ്പാണ്, അവർക്ക് എപ്പോഴും മിൽക്ക് വേണം. സോ അങ്ങനെ അവർ ആ മിൽക്ക് കഴിച്ച് പിന്നീട് അവർ വളരുന്നതിനനുസരിച്ച് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഫുഡ് കിട്ടി. അങ്ങനെ അവർ ഓരോ പ്രായം മുമ്പോട്ട് പോകും തോറും ഓരോ രീതിയിലുള്ള ആഹാരം കഴിച്ച് ഇച്ചിരി കൂടെ സോളിഡ് ആയിട്ടുള്ള ഫുഡ് കഴിച്ച് അവരെന്ത് ചെയ്യുന്നു? വളർച്ച പ്രാപിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഒരു ബേബി അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഒരു ഫിസിക്കൽ ബോഡിയിൽ വളർച്ച സംഭവിക്കുന്നത്. ഇൻ ദ സെയിം വേ നമ്മൾ മനസ്സിലാക്കിയതുപോലെ നമ്മൾ എല്ലാവരും വീണ്ടും ജനിച്ചവരാണ്. വീണ്ടും ജനിക്കാത്തവർ തീർച്ചയായിട്ടും ആ ഒരു അനുഭവത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിക്കണം. എന്നാൽ ഒരു വീണ്ടും ജനിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം ദാറ്റ് ഇസ് നോട്ട് ഇനഫ്. വെൻ വി ലുക്ക് അറ്റ് അവർ ലൈഫ്സ്, when we look into our lives, being born again is not enough. We should grow up. Like a newborn baby crave for the milk to grow up. Like a baby who was born crave for milk to grow up. In the same way, we who are spiritually born should crave for the spiritual milk, that is the word of God. നമ്മുടെ എല്ലാവരും ജീവിതത്തിലൊന്ന് ചിന്തിച്ച്, നമ്മൾ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവർ ജനിച്ചു, പക്ഷെങ്കിൽ അവർ പ്രായത്തിനനുസരിച്ചുള്ള വളർച്ച പ്രാപിക്കാത്ത ആൾക്കാരെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണാറുണ്ട്. നമുക്ക് അവരെ കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം ഇത് തന്നെയാണ്. സ്പിരിച്വൽ ആയിട്ടുള്ള നമ്മുടെ സ്പിരിച്വൽ മാനിന്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. When we look at our society, we see people who don't have that kind of physical growth in relation to their age. They may be aged, but they don't have that equal growth in their body. That makes us sad. But at the same time, this is true with our spiritual man also. Our spiritual man was born again once, but we are not feeding the spiritual man with God's word. So what happens? The spiritual man is not growing up. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ സ്പിരിച്വൽ മാന് വളരെ അണ്ടർ ന്യൂട്രീഷ്യസ് ആണ്, വളർച്ച പ്രാപിക്കുന്നില്ല. കാരണം എന്താ? നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുന്നില്ല. That is the problem with us. So you and I must feed the spiritual man with God's word on daily basis. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ മാനിന് തീർച്ചയായിട്ടും ആത്മികമായ വളർച്ച സംഭവിക്കും. നമ്മൾ 1 Peter chapter 2 verse 2 വായിച്ചതുപോലെ, as we read in 1 chapter verse 2 verse 2, 1 Peter chapter 2 verse 2 നമ്മൾ വായിച്ചതുപോലെ, it is so important to feed the spiritual man with the pure milk, that is God's word, in order to grow up in salvation. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് to overcome temptations. പലതരത്തിലുള്ള ടെംപ്റ്റേഷൻസിനെ, പലതരത്തിലുള്ള പ്രലോഭനങ്ങളെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് ദൈവത്തിന്റെ വചനം ആവശ്യമാണ്. The third reason to read God's word, to meditate on it, is to overcome temptations. നമ്മൾ മാത്യു ചാപ്റ്റർ 4 ആൻഡ് ലൂക്ക് ചാപ്റ്റർ 4 വായിക്കുമ്പോൾ വിൽഡർനെസ്സിലുള്ള യേശു കർത്താവിൻ്റെ ടെംപ്റ്റേഷൻസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. When we read Luke chapter 4 and Matthew chapter 4, we read about the temptations that Jesus had while he was in the wilderness. അവിടെ നമ്മൾ കാണുന്നുണ്ട്, ടെംപ്റ്റർ, പരീക്ഷകൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പല രീതിയിൽ യേശുവിനെ ടെംപ്റ്റ് ചെയ്യുന്നുണ്ട്. ജീസസ്
40 ദിവസത്തെ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ വിശക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോണിനെ നീ എന്താക്കണം, ബ്രെഡ് ആക്കണം, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്. അങ്ങനെ ഒരു ചലഞ്ചാണ് കൊടുക്കുന്നത്. ബട്ട് ജീസസ് എങ്ങനെയാണ് ആ ടെംപ്റ്ററിനോട്, പിശാചിനോട് എതിർത്ത് നിന്നത്? വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. നമ്മൾ ആ ചാപ്റ്ററിലെല്ലാം 3 തരത്തിലുള്ള ടെംപ്റ്റേഷൻ നമ്മളവിടെ കാണുന്നു. 3 പ്രാവശ്യം ജീസസ് റെസിസ്റ്റഡ് ദ ഡെവിൾ, ജീസസ് ഡിഫീറ്റഡ് ഹിം വിത്ത് ഗോഡ്സ് വേർഡ്. അങ്ങനെ നമ്മളിവിടെ കാണുന്നത്. സോ when we read Luke chapter 4 and Matthew chapter 4, we see different kinds of temptations that came on Jesus' way. But how did he respond? Jesus defeated Satan. He overcame that temptation with God's word. Every time he uttered God's word. എങ്ങനെയാ അത് സംഭവിച്ചത്? Jesus was well versed in the scriptures. In the same way, you and I must fill our hearts with God's word, so that when tempter comes and knocks at the door of our hearts, how can we respond? We can utter God's word, we can recite God's word, and can overcome the temptations, can defeat him. We read in Psalm chapter 119 verse 11, I have hidden your word in my heart, that I might not sin against you. If we treasure God's word in our hearts, we will not sin against God. When temptation comes, if our hearts are filled with God's word, when temptation comes, the word of God will help us to overcome that temptation. So my dear friends, don't you think it is so important to read God's word? Yes, it is. നമ്മൾ 3 കാരണങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചത്. To be born again, to grow up in salvation, and to overcome temptations. So I would like to encourage you to read God's word, to meditate on it, so that reading God's word and meditating on it will definitely help you to be born again, to grow up in salvation, and to resist the devil, and to overcome the temptations and be victorious in your Christian life. May God bless you all with these words.